أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. صدق الله العلي العظيم. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിൻ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല നാം എല്ലാവരെയും അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളിലും മുഹ്സിനീങ്ങളിലും മുഫ്ലിഹീങ്ങളിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നാം ഏവരുടെയും ശാരീരികമായ അസുഖങ്ങളെയും മാനസികമായ പ്രയാസങ്ങളെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെയും നീക്കി ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആഫിയത്തിലും ആക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും, നമ്മളുമായി ബന്ധപ്പെട്ട പലരും, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പല സഹോദരന്മാരും മാരകമായ അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ട് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ തിരിച്ചയച്ച രോഗികൾ വരെയുള്ള നാടാണ് പടച്ചവനെ നമ്മുടെ ഈ നാട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആഫിയത്തിന് കൊടുക്കണേ അല്ലാ. കാമിലായ സിഹത്തിന് അവർക്കും നമുക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വാക്യം സന്തോഷത്തോടുകൂടി ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ, നമ്മളെയും അവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പുണ്യമായ മാസങ്ങളിലൂടെയാണ്, ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഹജ്ജ് മാസം നമ്മളിലേക്ക് എത്തുവാൻ പരിമിതമായ ആഴ്ചകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ നിന്നും സ്ഥിരമായി നമ്മുടെ പള്ളിയിലേക്ക് വരുന്നവരും ഹജ്ജിന് പോകുന്ന ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അല്ലാഹുവേ, ആഫിയത്തോടെ അവിടെ എത്തുവാനും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടി റാഹത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പുണ്യമുള്ള ദിവസങ്ങളാണ് കടന്നു പോകുന്നവയെങ്കിലും ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും പുണ്യവും മഹത്വവും മനസ്സിലാക്കി നന്മകൾ ചെയ്യാൻ ഞാനുൾപ്പെടെയുള്ള, നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം വളരെ പിറകിലായിട്ട് കാണുന്നൊരവസ്ഥയാണ് ഈ അടുത്ത കാലത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിന്മകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണോ നമ്മുടെ പത്രമാധ്യമങ്ങൾ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോവുകയാണ്. ആവശ്യക്കാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്താൽ, ബുക്ക് ചെയ്താൽ
മദ്യം സുലഭമായി കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ആ വിഷയത്തിൽ മാറ്റി അധികാരികളും ബന്ധപ്പെട്ടവരും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. തിന്മകളിലും അബദ്ധങ്ങളിലും പെടാതെ നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിച്ചാലും സാഹചര്യങ്ങൾ നമ്മെ ഇക്കിളിപ്പെടുത്തുകയും നമ്മെ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഇത്തരമൊരവസ്ഥയിൽ നമ്മുടെ ഈമാനും നമ്മുടെ യഖീനും നമുക്ക് കാത്തു രക്ഷിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും സാധിക്കുക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളതാണെങ്കിലും അതിനെ നമ്മൾ തരണം ചെയ്യേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തുമായി റിസാലാത്തുമായി മക്കയിലേക്ക് വരുന്ന സമയത്ത്, മദീനയിലേക്ക് വരുന്ന സമയത്ത് ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്നുള്ള അത്രയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് കൂടുതലോ തെമ്മാടിത്തമുള്ള നാടായിരുന്നു അന്ന് മക്കയും പരിസര പ്രദേശങ്ങളും. എല്ലാ ഹറാമുകളും അവിടെ സുലഭമായി വാണിരുന്നു. എല്ലാ ഹറാമുകളും അവിടെയുണ്ട് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ മുത്തുനബി സയ്യിദുനാ ഹബീബുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കൈകാര്യം ചെയ്ത രീതിയും ഒരവസ്ഥയുമുണ്ട്. റസൂൽ എന്ന് കൈകാര്യം ചെയ്ത രീതിയും അവസ്ഥയും എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളും കൈകാര്യം ചെയ്യണ്ടേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ നമ്മളെ വല്ലാതെ അലട്ടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ സാധിച്ചുവെങ്കിൽ, സഹാബത്തുൽ കിറാമിന് അങ്ങനെ സാധിച്ചുവെങ്കിൽ നമുക്ക് അത്രയൊന്നും സാധിക്കില്ല എന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷെ നാം ചെയ്യേണ്ടുന്ന, നാം നിർവഹിക്കേണ്ടുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് നമുക്ക് നന്മകളെ ഉൾക്കൊള്ളാനും വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നാം തയ്യാറായില്ല എങ്കിൽ നമ്മുടെ തലമുറ ഇങ്ങനെ കടന്നുപോയി ശേഷമുള്ള തലമുറ, ന്യൂ ജനറേഷനോ അല്ലെങ്കിൽ അതിലപ്പുറമുള്ള എന്ത് ജനറേഷനോ ആവട്ടെ, കുത്തഴിഞ്ഞ കെട്ടഴിഞ്ഞ അവസ്ഥയിലേക്ക് പോകുമെന്ന് ഭീഷണിയായി പറയുന്നതല്ല, വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുക, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ആരംഭിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനിൽ മാറ്റമുണ്ടാകാനും മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ നന്മയിലേക്ക് മാറ്റുവാനും ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മുത്തുനബി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ അവസ്ഥകളെക്കുറിച്ച് മനുഷ്യന്മാർ ആലോചിക്കണം. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടാത്ത കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിൽ ഈമാനും നമ്മുടെ ഉള്ളിൽ യഖീനും ഉറച്ചതിന് ശേഷം അത് മറ്റുള്ളവരുടെ കാര്യത്തിലും ഇടപെടാൻ സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതിൽ വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ ചിന്തിക്കേണ്ട ഒന്നാമത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു? ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് ഖുതുബയിൽ കേൾക്കാൻ പോകുന്ന ആയത്ത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല ഈ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെയാ പറയുന്നത്: യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅദ് فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا
ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا. ഈ ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ 100,000 ചിന്തകളും 100,000 ആലോചനകളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. എങ്ങനെയാ തെളിഞ്ഞു വരേണ്ടത്? അതിലൊന്നാമത്തത്, നമ്മൾ എങ്ങനെയായിരുന്നു മുമ്പുള്ള അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഈ പൊസിഷനിലെത്തി, ശരിയാണ്. ഇപ്പോഴല്ലേ നമുക്ക് ആരോഗ്യമുണ്ടായത്? ഇപ്പോഴല്ലേ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലെയോ ഹറാമുകൾ ചെയ്യാനും അതിനെ പ്രചോദിപ്പിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ ചിന്തകൾ നമുക്ക് വരുന്നുണ്ടോ? വരേണ്ടതല്ലേ? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ലോകത്തേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ അവസ്ഥ എന്തായിരുന്നു, നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഓ, ഈ ഞാനാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആ ഞാനല്ലേ ഇപ്പോൾ ഇങ്ങനെ ഉഷാറായി മാറിയത്, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും എല്ലാമായി മാറി എന്ന് ഞാൻ അഭിമാനിക്കുമ്പോഴും ഞാൻ അന്തസ്സ് പറയുമ്പോഴും ഒന്നുമല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? അള്ളാഹുവിന്റെ റസൂൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കലാമിനെ സൂറത്തുൽ ഇൻസാനിൽ ഇതിന് സമാനമായ ആയത്ത് കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ ആയത്ത് ഇൻഷാ അല്ലാഹ് പിന്നീട് പാരായണം ചെയ്യാം. സമയത്തിന്റെ കുറവ് കൊണ്ട് ആയത്ത് ഞാൻ വിടുകയാണ്. പക്ഷെ ഈ ആയത്തിൽ പറഞ്ഞ ഒരു വ്യാഖ്യാനമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ അല്ലാഹു തആല പറയുന്നത്, അംശാദിൻ നബ്തലീഹി. അംശാദിൻ നബ്തലീഹി എന്ന വാക്കിന്റെ വ്യാഖ്യാനം, എന്ന വാക്കിന്റെ തഫ്സീർ നമുക്ക് ധാരാളമായി കാണാം. കൂടിച്ചേർന്ന് കിടക്കുന്ന ബീജത്തിൽ നിന്നല്ലയോ, കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ബീജത്തിൽ നിന്നല്ലയോ മനുഷ്യ നിന്നെ ഞാൻ ഉണ്ടാക്കിയത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഒന്നും പേര് പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ നിന്നല്ലയോ മനുഷ്യ നീ ഉണ്ടായത് എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം ഈ ആയത്തിനെ ഇന്ന് മോഡേൺ സയൻസ് ഏറെക്കുറെ വിശദീകരിച്ചിട്ടുണ്ട്. ഏറെക്കുറെ നമുക്ക് വിശദീകരണം കാണാം. നെറ്റിലേക്കോ മറ്റ് സയൻസ് റെഫറൻസ് പുസ്തകങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ പറയുന്ന ഒന്ന്, പിതാവിന്റെ ബീജത്തിൽ നിന്നും മാതാവിന്റെ അണ്ഡത്തിൽ നിന്നും മനുഷ്യന്മാരുണ്ടായി. എന്നാൽ മനുഷ്യന്റെ ബീജാണുക്കളെയും അണ്ഡാണുക്കളെയും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തതാണ്. ബീജത്തിന്റെ അണുക്കളെയും അണ്ഡത്തിന്റെ അണുക്കളെയും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റാത്തതാ. പിന്നെ എങ്ങനെയാ കാണുക? മൈക്രോസ്കോപ്പ് കൊണ്ട് കാണുന്നവർ. ഈ ഉത്ഭവം പോലും മനുഷ്യന്മാർക്ക് അറിയില്ല, നമുക്കറിയില്ല. ഇങ്ങനെയുള്ള ഒന്നിൽ നിന്നല്ലയോ മനുഷ്യ നിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്ന് അല്ലാഹു പറയുന്നു. അങ്ങനെ രണ്ടും കൂടി ചേർന്നു ഒരു ഹ്യൂമൻ സെല്ലായി മാറി, കോശമായി മാറി. ആ കോശത്തെ പോലും കാണണമെങ്കിൽ, ആ ഉത്ഭവ സ്റ്റാർട്ടിങ്ങിലുള്ള ആ കോശത്തെ കാണണമെങ്കിൽ പോലും മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ഇതിൽ നിന്നും ഇങ്ങനെയുള്ള മനുഷ്യനാണ് മാറ്റം വന്ന് അവൻ ആകൃതി ഉണ്ടായത്, പ്രകൃതി ഉണ്ടായത്, സ്വഭാവം ഉണ്ടായത്, ആരോഗ്യമുണ്ടായത്, എല്ലാം ഉണ്ടായത്. ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ മനുഷ്യന്മാർ തയ്യാറായി കഴിഞ്ഞാൽ എന്റെ മുന്നിലുള്ള അവസ്ഥ, കഴിഞ്ഞുപോയ അവസ്ഥ, ഈ അവസ്ഥ എങ്ങനെയാണ് എന്ന് മനുഷ്യന്മാർ ചിന്തിക്കാൻ വേണ്ടി തയ്യാറായാൽ, നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കാൻ വേണ്ടി തയ്യാറായാൽ ഒരു പരിധിവരെ ഹറാമിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കുമെന്ന് സയ്യിദുനാ ഹബീബുനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ള അങ്ങനെയാ മാറ്റം ഉണ്ടാക്കിയത്. റസൂലുള്ള മാറ്റമുണ്ടാകാൻ വേണ്ടി മനുഷ്യന്റെ തിങ്കിങ് പ്രോസസ്സിൽ ഇടപെടുകയും തിങ്കിങ് പാറ്റേൺ മാറ്റുകയും ചെയ്തുവെന്ന് ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരവസ്ഥ ഇങ്ങനെയാണ്. എന്റെ മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു, രണ്ടാമത്തെ അവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായൊരു അറിവുമില്ല.